ട്രംപിന് നൊബേൽ പ്രൈസ് കിട്ടിയോ? എന്താണ് ഇതിന് പിന്നിലെ വസ്തുത? നമുക്ക് നോക്കിയാലോ. എന്തുകൊണ്ടാണ് ഇത് വാർത്തയിൽ ഇടം നേടിയത്? വെനസ്വലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കോറീന മച്ചാഡോ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചപ്പോഴേക്കും അവർക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ ട്രംപിന് സമ്മാനമായി നൽകുകയുണ്ടായി. ഈ ഒരു നടപടിയെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ അപൂർവ പ്രതിബദ്ധതയെ അംഗീകരിക്കുന്നതിന് ആയിട്ടാണെന്നാണ് മച്ചാഡോ പ്രസ്താവിച്ചിട്ടുള്ളത്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വിന്നറാണ് ആര്? മരിയ കോറീന മച്ചാഡോ. വെനസ്വലയിലെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് നൊബേൽ സമ്മാനം നൽകിയിട്ടുള്ളത്. നൊബേൽ സമ്മാനത്തിന് പ്രധാനമായും 3 ഘടകങ്ങളാണ് ഉള്ളത്. സ്വർണ്ണ മെഡൽ ഉണ്ടാകും, സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, പണത്തുക ഉണ്ടാകും. അതുപോലെ തന്നെ നൊബേൽ സമ്മാനം ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ 3 പേർക്ക് വരെ നൊബേൽ സമ്മാനം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ടൈറ്റില് 3 പേർക്ക് വരെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരിക്കലും നമുക്ക് നൊബേൽ സമ്മാനം മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നൊബേൽ സമ്മാനത്തിന്റെ സ്വർണ്ണ മെഡൽ നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പണത്തുകയും നമുക്ക് മറ്റൊരാൾക്ക് വേണമെങ്കിൽ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സർട്ടിഫിക്കറ്റോ നൊബേൽ സമ്മാന ജേതാവ് എന്ന ആ ഒരു ഔദ്യോഗിക പദവിയോ കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പണത്തുകയും നൊബേൽ ജേതാവ് എന്ന ആ ഒരു ഔദ്യോഗിക പദവിയും നമുക്ക് ഒരിക്കലും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഈ മരിയ കൊറീന മച്ചാഡോ ഡൊണാൾഡ് ട്രംപിന് നൽകിയത് നിയമപരമായി ശരിയാണോ? ശരിയാണെന്ന് തന്നെ പറയാം. കാരണം എന്താണ്? സ്വർണ്ണ മെഡൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ സ്വത്താണ്. അതുകൊണ്ട് അത് നമുക്ക് വിൽക്കാനും സമ്മാനിക്കാനും കൈമാറാനും എല്ലാം സാധിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൊബേൽ ജേതാവ് എന്ന പദവിയും അതുപോലെ തന്നെ ആ ഒരു ഔദ്യോഗിക അംഗീകാരവും നമുക്ക് കൈമാറാനായിട്ട് സാധിക്കുകയില്ല. ഇനി മുൻകാലങ്ങളിലും ഇതുപോലെ സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ജെയിംസ് വാട്സണ് മെഡിസിനിൽ കിട്ടിയ നൊബേൽ പ്രൈസ് 2014, അതായത് അദ്ദേഹം ആ ഒരു നൊബേൽ മെഡല് $4.8 മില്യൺ 2014 വിറ്റത്. അതുപോലെ തന്നെ ലിയോൺ ലെഡർമാൻ ഭൗതിക ശാസ്ത്രത്തിൽ 1988 കിട്ടിയ നൊബേൽ പ്രൈസ് അൾഷിമേഴ്സ് രോഗം ബാധിച്ചതിനാൽ അതിന്റെ ചികിത്സാ ചെലവുകൾക്കായി അദ്ദേഹം 2015 വിറ്റിട്ടുണ്ട്. അപ്പോൾ 2014 2015 ഇതേപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു ചോദ്യം നോക്കിയാലോ. ഒരു നൊബേൽ സമ്മാനത്തിലെ ഏത് ഭാഗമാണ് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയുക? എ നൊബേൽ ജേതാവ് എന്ന പദവി, ബി നൊബേൽ മെഡൽ, സി ഔദ്യോഗിക നൊബേൽ അംഗീകാരം, ഡി ജേതാവിന്റെ സ്ഥാനം. ശരിയായ ഉത്തരം ഏതാണ്? നൊബേൽ മെഡലാണ്. നൊബേൽ മെഡലും ക്യാഷ് പ്രൈസും നമുക്ക് കൈമാറാനായിട്ട് സാധ്യമാണ്. മറ്റൊന്നും നമുക്ക് കൈമാറാനായിട്ട് സാധ്യമല്ല.